ഹരേ കൃഷ്ണ. ഭഗവാന്റെ കരുണാസമുദ്രത്തിൽ ഈ ഉള്ളവരിലേക്കും ഒരിറ്റ് കാരുണ്യം ഭഗവാൻ ചൊരിഞ്ഞതുകൊണ്ട് 4-ാമത്തെ അധ്യായവും അർത്ഥം വിചാരം ചെയ്യാൻ ഒരു ശ്രമം ഈ ഉള്ളവളെ കൊണ്ട് ഭഗവാൻ നടത്തിക്കുകയുണ്ടായി. അങ്ങനെ 4-ാമത്തെ അധ്യായവും ഭഗവത് പാദങ്ങളിൽ പറഞ്ഞ ഓരോ വാക്കും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് ഈ ഒരു അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള സമയമാണ്. ഇന്ന് ഭഗവാൻ അതും വേണ്ട വിധത്തിൽ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം തുടങ്ങാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അഥ ചതുർത്ഥോധ്യായഃ. ശ്രീശുക ഉവാച. ബഹിരന്തഃ പുരദ്വാരഃ സർവാः പൂർവവദാവൃതാः. തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാः സമുദ്ധിതാः. തേ തു തൂർണമുപവ്രജ്യ ദേവക്യാ ഗർഭജന്മ തത് ആജഖ്യുർഭോജരാജായ യദുദ്വിഗ്നഃ പ്രതീക്ഷത്തെ. സ തത്പാത്തൂർണമുത്ഥായ കാലോയമിതി വിഹ്വലഃ സൂതീഗൃഹമഗാത്തൂർണം പ്രസ്ഖലൻ മുക്തമൂർധജഃ. തമാഹ ഭ്രാതരം ദേവി കൃപണാ കരുണം സതീം. സ്നുഷേയം തവ കല്യാണസ്ത്രിയം മാ ഹന്തുമർഹസി. ബഹവോ ഹിംസിതാ ഭ്രാതഃ ശിശവഃ പാവകോപമാഃ. ത്വയാ ദൈവ നിസൃഷ്ടേന പുത്രികൈകാ പ്രദീയതാം. നന്വഹം തേ ഹവരജാ ദീനാ ഹതസുതാ പ്രഭോ. ദാതുമർഹസി മന്ദായ അംഗേ മാം ചരമാം പ്രജാം. ശ്രീശുക ഉവാച. ഉപഗുഹ്യാത്മജാമേവം രുദത്യാദീനദീനവത് യാചിതസ്താം വിനിർഭത്സ്യ ഹസ്താദാചിച്ഛിതേ ഖലഃ. താം ഗൃഹീത്വാ ചരണയോർജാതമാത്രാം സ്വസുസുതാം അപോഥയച്ഛിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദ. സാ തത്ഹസ്താത് സമുത്പത്യ സദ്യോ ദേവ്യംബരം ഗതാ. അദൃശ്യതാനുജാ വിഷ്ണോ സായുധാഷ്ടമഹാഭുജാ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ദിവ്യസൃഗംബരാലേപരത്നാഭരണഭൂഷിതാ. ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധരാ. സിദ്ധചാരണഗന്ധർവൈരപ്സരഃ കിന്നരോരഗൈഃ. ഉപാഹൃതോരുബലിഭിः സ്തൂയമാനേദമബ്രവീത്. കിം മയാ ഹതയാ മന്ദഃ ജാതഃ ഖലു തവാന്തകൃത്. യത്ര ക്വ വാ പൂർവശത്രുർമാ ഹിംസീ കൃപണാൻ വൃഥാ. ഇതി പ്രഭാഷ്യ തം ദേവി മായാ ഭഗവതി ഭുവി. ബഹുനാമനികേതേഷു ബഹുനാമാ ബഭൂവഃ. തയാഭിഹിതമാകർണ്യ കംസഃ പരമവിസ്മിതഃ
ദേവകീം വസുദേവം ച വിമുച്യ പ്രശ്രിതോ ബ്രവീത് അഹോ ഭഗിന്യഹോ ഭാമ മയാ വാംബത പാപ്മന പുരുഷാദ ഇവാപത്യം ബഹവോ ഹിംസിതാഃ സുതാഃ സത്വഹം ത്യക്തകാരുണ്യസ്ത്യക്തജ്ഞാതിസുഹൃത്ഖലഃ കാം ലോകാൻ വൈഗമിഷ്യാമി ബ്രഹ്മഹേവമൃതഃ ശ്വസൻ ദൈവമപ്യനൃതം വക്തി ന മർത്യാ ഏവ കേവലം യദ്വിഭ്രംശാദഹം പാപഃ സ്വസോർനിഹതവാൻ ശിശൂൻ മാ ശോചതം മഹാഭാഗാവാത്മജാൻ സ്വകൃതം ഭുജ ജന്തവോ ന സദൈകത്ര ദൈവാധീനാസ്തദാസതേ ഭുവി ഭൗമാനി ഭൂതാനി യഥാ യാന്ത്യപയാന്തി ച നായമാത്മാ തഥൈതേഷു വിപര്യേതി യഥൈവ ഭൂഃ യഥാ നൈവം വിദോ ഭേദോ യത ആത്മവിപര്യയ ദേഹയോഗവിയോഗൗ ച സംസൃതിർനിവർത്തത്തെ തസ്മാത് ഭദ്രേ സ്വതനയാൻ മയാ വ്യാപാദിതാനപി മാനുഷോജ യഥഃ സർവഃ സ്വകൃതം വിന്ദതേ വശഃ യാവത്തതോസ്മി ഹന്താസ്മീത്യാത്മാനം മന്യതേ സ്വദൃക് താവത്തദഭിമാന്യജ്ഞോ ബാധ്യബാധകതാമിയാത് ക്ഷമത്വം മമ ദൗരാത്മ്യം സാധവോ ദീനവത്സലഃ ഇത്യുക്ത്വാശ്രുമുഖഃ പാദൗ ശ്യാലഃ സ്വസ്രോരഥാഗ്രഹീത മോചയാമാസ നികടാദ്വിശ്രബ്ധഃ കന്യകാഗിരാ ദേവകീം വസുദേവം ച ദർശയന്നാത്മസൗഹൃദം ഭ്രാതുഃ സമനുതപ്തസ്യ ക്ഷാന്ത്വാ രോഷം ച ദേവകീം വ്യസൃജദ്വസുദേവശ്ച പ്രഹസ്യ തമുവാചഃ ഏവമേതന്മഹാഭാഗ യഥാ വദസി ദേഹിനാം അജ്ഞാനപ്രഭവാഹം ധീ സ്വപരേതിഭിദായതഃ ശോകഹർഷഭയദ്വേഷലോഭമോഹമദാൻവിതാഃ മിഥോഘ്നന്ദം ന പശ്യന്തി ഭാവൈർഭാവം പൃഥഗ്ദൃശഃ. ശ്രീശുക ഉവാച കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതഃ ദേവകീ വസുദേവാഭ്യാമനുജ്ഞാതോ വിശദ്ഗൃഹം തസ്യാം രാത്ര്യാം വ്യതീതായാം കംസ ആഹൂയ മന്ത്രിണഃ തേഭ്യ ആചഷ്ട തത്സർവം യദുക്തം യോഗനിദ്രയാ ആകർണ്യ ഭർത്തുർഗദിതം തമൂചുർദേവശത്രവഃ ദേവാൻ പ്രതികൃതാമർഷാ ദൈതേയാനാതികോവിദാഃ ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമവ്രജാദിഷു അനിർദശാ നിർദശാംശ്ച ഹനിഷ്യാമോദ്യ വൈശിശൂൻ കിമുദ്യമൈ കരിഷ്യന്തി ദേവാഃ സമരഭീരവഃ നിത്യമുദ്വിഗ്നമനസോ ജാഘോഷൈർധനുഷസ്തവ അസ്യതസ്തേ ശരവ്രാതൈർഹന്യമാനാഃ സമന്തതഃ ജിജീവിഷവ ഉത്സൃജ്യ പലായനപരായയുഃ കേചിത് പ്രാഞ്ജലയോ ദീനാ ന്യസ്തശസ്ത്രാദിവൗകസഃ മുക്തകച്ഛശിഖാഃ കേചിത് ഭീതാഃ സ്മ ഇതി വാദിനഃ ന ത്വം വിസ്മൃതശസ്ത്രാസ്ത്രാൻ വിരഥാൻ ഭയസംവൃതാൻ ഹംസ്യന്യാസക്തവിമുഖാൻ ഭഗ്നചാപാനയുധ്യതഃ കിം ക്ഷേമശൂരൈർവിബുധൈരസംയുഗവിഗദ്ധനൈः രഹോജൂഷാ കിം ഹരിണാ ശംഭുനാ വാ വനൗകസാ കിമിന്ദ്രേണാൽപവീര്യേണ ബ്രഹ്മണാ വാ തപസ്യതാ തഥാപി ദേവാः സാപത്ന്യാനോപേക്ഷ്യ ഇതി മന്മഹേ തതസ്തന്മൂലഖനനെ നിയുങ്ക്ഷ്വാസ്മാനനുവ്രതാൻ യഥാമയോऽङ्गे സമുപേക്ഷിതോ നൃഭിർന ശക്യത്തെ രൂഢപദശ്ചികിത്സിതും യഥേന്ദ്രിയഗ്രാമ ഉപേക്ഷിതസ്തഥാ രിപുർമഹാൻ ബദ്ധബലോ ന ചാല്യത്തെ മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മഃ സനാതനഃ തസ്യ ച ബ്രഹ്മഗോ വിപ്രാസ്തപോ യജ്ഞാഃ സദക്ഷിണാഃ
തസ്മാത് സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിനഃ തപസ്വിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോഹവിർദുഃഖാഃ വിപ്രാഗാവശ്ച വേദാശ്ച തപഃ സത്യം ദമഃ ശമഃ ശ്രദ്ധാ ദയാ തിതിക്ഷാ ച ക്രതവശ്ച ഹരേസ്തനോഃ സഹി സർവസുരാധ്യക്ഷോ ഹ്യസുരദ്വിഡ്ഗുഹാശയഃ തന്മൂലാ ദേവതാഃ സർവാഃ സേശ്വരാः സ ചതുർമുഖാഃ അയം വൈ തദ്വഥോപായോ യതൃഷീണാം വിഹിംസനം. ശ്രീശുക ഉവാച ഏവം ദുർമന്ത്രിഭിഃ കംസഃ സഹ സമ്മന്ത്ര്യ ദുർമതിഃ ബ്രഹ്മഹിംസാം ഹിതം മേനെ കാലപാശാവൃതോऽസുരഃ സന്ദിശ്യ സാധുലോകസ്യ കഥനേ കഥനപ്രിയാൻ കാമരൂപധരാൻ ദിക്ഷു ദാനവാൻ ഗൃഹമാവിശദ് തേ വൈരജഃ പ്രകൃതയസ്തമസാമൂഢചേതസഃ സതാം വിദ്വേഷമാചേരുരാരാധാഗതമൃത്യവഃ ആയുഃ ശ്രിയം യശോ ധർമ്മം ലോകാനാശിഷ ഏവ ച ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർത്ഥോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ പഞ്ചമോऽധ്യായഃ. ശ്രീശുക ഉവാച നന്ദസ്ത്വാത്മജ ഉൽപ്പന്നേ ജാതാഹ്ലാദോ മഹാമനഃ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതഃ ശുചിരലങ്കൃതഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമ്മൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകം വായിച്ചു നിർത്തിയത്. എൻ്റെ ഗുരു പറയാറുണ്ട്, നമ്മൾ അടുത്ത അധ്യായത്തിൻ്റെ ഒരു ശ്ലോകം കൂടി വായിച്ചേ നിർത്താവൂ. അതായത് നമ്മുടെ പാരായണം ഇവിടെ പൂർത്തിയാവുകയല്ല, അതിനിയും തുടരും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അങ്ങനെ നിർത്താവൂ എന്ന് പറയാറുണ്ട്. ഈ ഭാഗവത ഗ്രന്ഥം പഠിക്കാനായി എൻ്റെ കയ്യിൽ എടുത്തു തന്ന ഗുരുവിൻ്റെയും പിന്നീട് ഇതിലെ ഓരോ വാക്കും ഓരോ അക്ഷരവും അറിവിൻ്റെ കൂടാരമായി പകർന്നു തന്ന ഗുരുക്കന്മാരുടെ ഓരോരുത്തരുടെയും പാദങ്ങളിൽ സർവോപരി ഇത് ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിച്ച ആ സാക്ഷാൽ ശ്രീനാരായണ ഭഗവാന്റെ പാദങ്ങളിലും ഈ പറഞ്ഞ വാക്കുകളൊക്കെയും സമർപ്പിച്ചുകൊണ്ട് ഇതൊക്കെ അർച്ചനാ പുഷ്പങ്ങളായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനിയും 5-ാമത്തെ അധ്യായവും ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായി കേണുകൊണ്ട് ഈ അധ്യായം അവരുടെയൊക്കെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി സമർപ്പയാമി സമർപ്പയാമി. ഹരി ഓം.